വിനിതാസ് കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. ഒരുപാട് പച്ചക്കറിയൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണിത്. കൂടാതെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. റൈസ് തയ്യാറാക്കാനായിട്ട് 2.5 ഗ്ലാസ് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഒരു ഏകദേശം 200 ഗ്രാം വരും. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ചിട്ട് കുതിരാനായിട്ട് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇതിൽ ചേർക്കാനായിട്ടുള്ള വെജിറ്റബിൾസ് ഇതേ രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 3 ക്യാരറ്റ്, ഒരു ചെറിയൊരു ക്യാബേജിൻ്റെ കഷ്ണം, ഒരു ക്യാപ്സിക്കം, കുറച്ച് ബീൻസ്, ഒരു സവാള, ഒരു 5 അല്ലി വെളുത്തുള്ളി, കുറച്ച് സെലറി ലീവ്സ്. ഇത് നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അരി വേവിക്കാനായിട്ട് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അരി ചേർത്ത് കൊടുക്കാം. പത്ത് മിനിറ്റ് മതിയാവും റൈസ് വെന്ത് വരാനായിട്ട്. ഇപ്പോൾ റൈസ് വെന്തിട്ടുണ്ട്. ഇത് ഊറ്റിയെടുക്കാം. ഒരു പാൻ വെച്ച് നന്നായി ചൂടായതിന് ശേഷം 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. കൂടെ സെലറി ലീവ്സ്, ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം മുളകും കൂടി ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം. വെജിറ്റബിൾസ് 2 മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് വാട്ടിയെടുക്കരുത്. അപ്പോൾ ആ റൈസിൻ്റെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് നഷ്ടപ്പെടും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ വേവിച്ച് വെച്ച റൈസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായി കുറച്ച് സെലറി ലീവ്സും കൂടി ചേർത്ത് കൊടുത്താൽ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.